1,00,000 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ, ഖുൽ ഹുവല്ലാഹു സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്നും അവൻ രക്ഷപ്പെട്ടു എന്നാണ്. ദുന്യാവിലെയും ആഖിറത്തിലെയും ഒരു പ്രതിസന്ധിയും അവനിക്കുണ്ടാവില്ല. സ്വർഗത്തിന്റെ 8 കവാടങ്ങളും അവനിക്ക് വേണ്ടി തുറക്കപ്പെട്ട് നിനക്ക് ഏത് കവാടത്തിലൂടെയും സ്വർഗത്തിൽ കടക്കാമെന്ന് മലക്കുകൾ അവനോട് പറയുമെന്നാണ്. 6ാമത്തെ പ്രതിഫലം 50 വർഷത്തെ പാപം പൊറുക്കും ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് സ്ഥിരമായി മുടങ്ങാതെ അവൻ ഓതിക്കഴിഞ്ഞാൽ. 7ാമത്തേത് ഇതിനോട് ഇഷ്ടം ഉണ്ടാകും. അതായത് സൂറത്തുൽ ഇഖ്ലാസ് നമ്മളെ ഇഷ്ടപ്പെടും, സൂറത്തുൽ ഇഖ്ലാസിനോട് നമുക്കൊരു ഇഷ്ടമുണ്ടാകും അല്ലെ. ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്ന് പരാതി പറഞ്ഞല്ലോ, നബിയെ ഇയാള് മറ്റൊരു സ്വഹാബിയെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇയാൾ എപ്പോൾ ഇമാമത്ത് നിന്നാലും എല്ലാ നിസ്കാരത്തിലും ഖുൽ ഹുവല്ലാഹു സൂറത്താണ് ഓതുന്നത് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, എന്താ വേറെ സൂറത്തൊന്നും അറിയില്ല? അപ്പൊ പറഞ്ഞു, നബി എനിക്ക് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ ആ ഇഷ്ടം ആ സൂറത്ത് കൊണ്ട് നിനക്ക് സ്വർഗ്ഗത്തിൽ കടക്കാൻ പറ്റുമെന്നാണ്. പിന്നെ മാത്രമല്ല അള്ളാഹുവിന്റെ സ്നേഹം കിട്ടുമെന്നാണ്, നമ്മുടെ ദുആകളൊക്കെ സ്വീകരിക്കുമെന്നാണ്, ദാരിദ്ര്യം ഉണ്ടാവില്ല എന്നാണ്. അതുപോലെ തന്നെ മയ്യത്ത് സ്വീകരിക്കാൻ നമ്മളും ഇത് സ്ഥിരമായി ഓതുന്നവരാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മയ്യത്തിനെ സ്വീകരിക്കാൻ, നമ്മുടെ റൂഹിനെ സ്വീകരിക്കാൻ മലക്കുകൾ റെഡിയാണ്. റഹ്മത്തിന്റെ മലക്കുകളായിരിക്കും വന്നു കൊണ്ടുപോവുക. ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള കാവൽ കിട്ടാൻ, കൊട്ടാര സമാനമായ വലിയ വലിയ ഭവനങ്ങൾ നമുക്ക് സ്വർഗത്തിൽ കിട്ടാൻ, അതുപോലെ നന്മകൾ ചെയ്യാൻ അവസരമുണ്ടാവാൻ, അതുപോലെ തന്നെ അയൽവാസികൾക്ക് പോലും ഇത് ഓതിയവന്റെ ഗുണം, ഞാൻ ഓതിയാൽ ഇതിന്റെ ഗുണം എൻ്റെ അയൽവാസികൾക്ക് പോലും കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. പിന്നെയോ ഇത് മുഹറം 10ന്റെ ദിവസമൊക്കെ ഓതിയാൽ, ഇതിപ്പോ ദുൽഖഅദ മാസമാണ്, ഇന്ന് ദുൽഹിജ്ജ വരുന്നു, പിന്നെ മുഹറം മാസം വരുന്നു. മുഹറം മാസത്തിൽ ആശുറാ, മുഹറം 10ന്റെ അന്നൊക്കെ ഓതിയാൽ 1000 പ്രാവശ്യം ഓതിയാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെടാൻ സാധിക്കുമെന്നാണ്. പിന്നെയോ സിറാത്ത് പാലത്തിൽ രക്ഷ കിട്ടുമെന്നാണ്. രാവിലെ ഓതിയാൽ കണ്ണേർ, സിഹർ, അതുപോലെ തന്നെ കൊതി, ശത്രുക്കളുടെ ഉപദ്രവം അതിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. സാമ്പത്തികമായ ഭദ്രത നമുക്കുണ്ടാകുമെന്നാണ്. മഹ്ശറയിൽ നമുക്ക് ഒരു തരത്തിലുള്ള പേടിയും ഉണ്ടാവില്ല എന്നാൽ. വീട്ടിൽ കയറുമ്പോൾ ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല, ശൈത്താൻ ഓടിപ്പോകുമെന്നാണ്. ഇങ്ങനെ നിരവധി അനവധി പ്രതിഫലങ്ങൾ നമുക്ക് വാരിക്കോരി കിട്ടുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു സൂറത്ത്. അൽഹംദുലില്ലാഹ്, ഈ സൂറത്ത് ധാരാളമായി പാരായണം ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.